ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ നീളത്തിലൊന്നും അരിഞ്ഞിടരുത്, ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് തന്നെ ഇടാം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആയതുകൊണ്ടാണ് 1.5 ഇട്ട് കൊടുക്കുന്നത്. ചെറുതൊക്കെയാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല പോലെ വെന്ത് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് നെയ്ച്ചോറിൻ്റെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ആ ഒരു മസാലയൊക്കെ ഇടുന്ന തന്നെ ഒന്ന് വറുത്തെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല പോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് പകുതി വേവാകുമ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി വേവാൻ വെക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കാം. നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. ഈസി റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നെയ്ച്ചോറിൻ്റെ അരി വെച്ച് മാത്രം ചെയ്യാം കേട്ടോ. സാധാ ചോറിൻ്റെ അരിയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല. നല്ല ടേസ്റ്റാണ്. വേറെ കറികൾ ആവശ്യമൊന്നുമില്ല. അപ്പം നാളെ എന്ത് കൊടുത്തു വിടുന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിച്ചാൽ മതി. ഞാനിതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ കുറച്ച് പാൻ കേക്കും അതുപോലെ കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.